ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ റവ ലഡ്ഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റഡ് റവയാണെന്നുണ്ടെങ്കിലും നമ്മൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മഴയത്ത് ഒരു സ്വീറ്റ് എന്തെങ്കിലും കഴിക്കാൻ ഒരു മോഹം തോന്നിയപ്പോൾ നമ്മൾ വന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കപ്പോളം വെള്ളം, ഒരു കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പോളം പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കപ്പിൻ്റെ റവയ്ക്ക് 1/2 കപ്പോളം പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ 1/2 കപ്പോളം ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കായയുടെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിവിടെ ഇട്ടിട്ടില്ല, ആ ഫ്ലേവർ എനിക്കധികം ഇഷ്ടമല്ല, അത് കാരണം ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഞാൻ ചെറുതായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കിസ്മിസും, ബ്ലാക്ക് കിസ്മിസ് നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഉരുള പിടിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ ലഡ്ഡുവൊക്കെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. സ്വീറ്റൊക്കെ മധുരമൊക്കെ നല്ല പാകത്തിനായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും പുറത്തായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്ത് ഇരുന്നിട്ട് ലഡ്ഡുവൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മഴയത്ത് ഇരിക്കുമ്പോഴാണ് ഈ ലഡ്ഡു കഴിക്കാൻ വേണ്ടി തോന്നിയത്. അപ്പം വീഡിയോ എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്